ആടാ മക്കളെ, ആദ്യത്തെ 8 കളി നിരത്തി പൊട്ടിയപ്പം വട്ടത്തിൽ തൂക്കി ഓരോരുത്തന്മാരായിട്ട് പിടിച്ച് മുട്ടിലിരുത്തി അണ്ണാക്കിലിട്ട് അമിട്ട് പൊട്ടിച്ച് തലയ്ക്ക് തൊളയിട്ട് കിങ്ങിന്റെ പിള്ളേര് പ്ലേ ഓഫിലേക്ക് നടത്തിയത് റോയൽ വിക്ടറി ലാപ്പിംഗ് എൻട്രി എന്നല്ലാതെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഐതിഹാസികമായിട്ടുള്ള ഒരു ഏടായിട്ട് ഇന്നത്തെ മത്സരം കുത്തിവെക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദിത്യ താരയിലൂടെ അന്ന് മുംബൈ ഇന്ത്യൻസ് എഴുതി ചേർത്ത ലിഖിതത്തിന് സമാനമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് RCBയുടെ പുലിക്കുട്ടികൾ തങ്ങളുടെ ഹൃദയഭൂമിയായിട്ടുള്ള ചിന്നസ്വാമിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും സക്സസ്ഫുൾ ഫ്രാഞ്ചൈസികളിൽ ഒന്നിനെ മലർത്തി അടിച്ച് പിള്ളേര് നേടിയത്. ഇന്നത്തെ മത്സരം ഏതായാലും RCBയുടെയും IPLന്റെയും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടുന്ന ഒരു ഐതിഹാസികമായ ഏടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 18 റൺസിന്റെ വിജയം അനിവാര്യമായിരുന്നു തലയുടെ CSKക്കെതിരെ ഇന്ന് പ്ലേ ഓഫിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ RCBക്കും കിങ്ങിനും വേണ്ടിയിരുന്നത്. 27 റൺസിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അത്യുജ്വല വിജയം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നേടാൻ കിങ്ങിന്റെ പിള്ളേർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സവിശേഷതമായിട്ടുള്ള വസ്തുതയാണ്. ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള തുടക്കമാണ് നമ്മുടെ കോഹ്ലിയും ഡുപ്ലസിയും ചേർന്ന് നൽകിയത്. അതില് മഴ വന്ന് പവർ പ്ലേ ഓവറുകളിലെ റണ്ണിറക്ക് കുറഞ്ഞില്ലായിരുന്നെങ്കിൽ 250 മുകളിൽ കിങ്ങും പിള്ളേരും ഇന്നത്തെ മത്സരത്തിൽ അടിച്ചു കയറ്റും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡുപ്ലസിയുടെ ഔട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു അമ്പയറിംഗ് പിഴവ് മണക്കുന്നുണ്ട്. 47 പന്തുമായിട്ട് കിങ് കോഹ്ലി പുറത്തായി, 54 പന്തുമായിട്ട് ഡുപ്ലസി സംശയകരമായിട്ടുള്ള സാഹചര്യത്തിൽ പുറത്തായി. രജിത് പട്ടിദാർ 23 പന്തിൽ നിന്നും 43 റൺസ് എടുത്ത് ഒരു മാസീവ് ഇമ്പാക്ട് ഉണ്ടാക്കി. പിന്നെ കാമറൂൺ ഗ്രീൻ 17 പന്തിൽ നിന്നും 38 റൺസ് എടുത്ത് വളരെ മനോഹരമായ ഇന്നിംഗ്സ് നടത്തി. നമ്മുടെ കാർത്തിക്കും മാക്സ്വെല്ലും നടത്തിയ ക്യാമിയോസും കിടിലുമായിരുന്നു. 6 പന്തിൽ 14 റൺസ് കാർത്തിക് എടുത്തപ്പോൾ 5 പന്തിൽ 16 റൺസ് ഗ്ലെൻ മാക്സ്വെൽ എടുത്തു. പിന്നെ മറ്റവരുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ബോളർമാർക്ക് വിക്കറ്റ് വേട്ട നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ മറ്റേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് സംഭൂജനായി പുറത്തായി. ക്യാപ്റ്റൻ ആദ്യം തന്നെ പരാജയപ്പെട്ടു. രവീന്ദ്ര ജഡേജ എന്ന ന്യൂസിലാൻഡ് താരമായിട്ടുള്ള രച്ചിൻ രവീന്ദ്ര 37 പന്തിൽ നിന്നും 61 റൺസ് എടുത്ത് പുറത്തായി. രഹാനെ 33 റൺസ് എടുത്ത് പുറത്തായി. മിച്ചൽ 4 റൺസ് എടുത്ത് പുറത്തായി. ശിവൻ ദുബെ അത്യാവശ്യം പന്തും തിന്ന് നല്ല റണ്ണൌട്ടും ഉണ്ടാക്കി ഇന്ന് RCBയുടെ വിജയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച്. രവീന്ദ്ര ജഡേജ 22 പന്തിൽ നിന്ന് 42 റൺസ് നേടി. സാന്നർ ജഡേജയും കോഹ്ലിയും കൂടെ ജഡേജയും തലയും കൂടെ നിന്ന് ഒരു പക്ഷേ RCBയുടെ സ്വപ്നങ്ങളെ ചവിട്ടി അരയ്ക്കും എന്ന തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അവസാന നിമിഷം കിങ്ങിന്റെ പിള്ളേര് കളി പിടിച്ചു.